ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് എങ്ങനെ വേഗത്തിൽ എൻ്റെ ആഗ്രഹം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് ശരിക്കും ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഇത്, അല്ലേ? നമ്മൾ നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാൻ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ ആഗ്രഹം ഇങ്ങനെ നീണ്ടു പോവുകയാണ്, നടക്കുന്നില്ല. അപ്പോഴായിരിക്കും നമ്മുടെ മനസ്സിലൊരു നിരാശ വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണിത് നമ്മുടെ ആഗ്രഹം നടക്കാത്തത്? അപ്പോഴായിരിക്കുമല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരുന്നത്. എങ്ങനെ നമ്മുടെ ആഗ്രഹം ഫാസ്റ്റിൽ നേടിയെടുക്കാം? നമുക്ക് സമയത്തെക്കുറിച്ചുള്ള ആശങ്കയില്ലെങ്കിൽ, അതായത് ഇതെപ്പോൾ നടക്കും എന്ന ആശങ്കയില്ലെങ്കിൽ, കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാന്ത്രിക വിദ്യ പോലെ നടക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ ടെക്നിക്ക്. മിക്ക ആളുകളുടെയും മനസ്സിൽ ഇതെപ്പോൾ നടക്കുമെന്ന ചോദ്യമാണ്. കാരണം നമ്മുടെ മനസ്സിനെ എപ്പോഴും റെസിസ്റ്റ് ചെയ്യുന്നത് ടൈമാണ്. ഇപ്പം കാര്യം മനസ്സിലായോ? അതായത് മനസ്സിനെപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത് ടൈമാണ്. എപ്പോൾ നടക്കും എന്നുള്ളൊരു ചിന്ത നമ്മൾ മനസ്സിൽ ഇപ്പോൾ നടക്കും, അതിനൊരു ടൈം വെക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ. കാരണം എല്ലാവരും ടൈമിനെ കുറിച്ച് കൺസേൺ ആണ്. ഈ ഒരൊറ്റ കാര്യമാണ് മാനിഫെസ്റ്റേഷൻ സ്റ്റക്കായി കിടക്കാൻ കാരണം. ഈ ഒരു കാര്യം ക്ലിയർ ആയിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റിൽ നടക്കും. ഇതൊരു ബുക്കിൽ നിന്ന് കിട്ടിയ അറിവൊന്നുമല്ല. ഇതെൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കി വിജയിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഡെയിലി നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നതോ അതൊരു ചിന്തയല്ലേ എന്ന്. എന്നാൽ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം പോസിറ്റീവായിട്ട് നമ്മൾ നടക്കുന്ന കാര്യം ചിന്തിക്കുന്നതല്ലേ, പക്ഷേ അതിൻ്റെ ഫീലിങ്ങോടുകൂടി ചിന്തിക്കുന്നതാണ്. എന്നാൽ ഈ പറയുന്ന എപ്പോഴും നമ്മൾ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കില്ലേ? ആ ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എപ്പോൾ നടക്കും എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടാത്തത്. അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മളെപ്പോഴും ആ ഒരു ചിന്തയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക ചെയ്യുന്നത്. ഫുൾ ടൈം അത് നടക്കുമോ എന്ന് ഇങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിൻ്റെ കീയാണ്. അതിനെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എപ്പോഴും നെഗറ്റീവ് ആവുകയും അത് നിങ്ങളുടെ ആഗ്രഹം നടക്കാതെ വരികയും ചെയ്യും. ടൈം എന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കണം. സമയമാകുമ്പോൾ എല്ലാം സംഭവിക്കുമെന്ന് സ്വയം പറയുക. നിങ്ങൾ എത്രത്തോളം സമയമാണോ നൽകുന്നത്, അത്രത്തോളം നിങ്ങൾക്ക് നടക്കാനുള്ള സാധ്യതയും കൂടും. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ അലൈൻമെൻറ്റിലായിരിക്കണം. അപ്പോൾ എന്താണ് അലൈൻമെൻറ്റ്? അതായത് നിങ്ങൾക്ക് നേടേണ്ട കാര്യത്തിൻ്റെ ഊർജവുമായി നിങ്ങൾ അലൈൻ ആകണം. നമ്മൾ അതുമായിട്ട് അലൈൻ ആയില്ലെങ്കിൽ നമ്മുടെ മനസ്സിലെപ്പോഴും നിരാശയായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നുന്നത് എന്നല്ലേ? അതങ്ങനെയല്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതൊരു വസ്തുവായാലും വ്യക്തിയായാലും എന്തോ ആയിക്കോട്ടെ, എന്തായാലും അതിൻ്റെ എനർജറ്റിക് വേർഷനുമായിട്ടാണ് നമ്മൾ അലൈൻ ആവേണ്ടത്. സോ നിങ്ങൾ ഫീൽ ചെയ്യണം അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അതിവിടെ ഉണ്ട്. ആ ഫീലിംഗ് നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമല്ല എന്ന ചിന്ത വരില്ല. ഓക്കെ അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ടൈം എന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കണം. രണ്ടാമത്തെ കാര്യം,
നിങ്ങൾക്ക് നേടേണ്ട കാര്യത്തിൻ്റെ ഊർജവുമായി, അതായത് എനർജിയുമായി നിങ്ങൾ അലൈൻ ആകണം. ഇങ്ങനെ നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്